ഇന്നത്തെ ചിന്താവിഷയം ദ ഗിഫ്റ്റ് ഓഫ് ഇൻറ്റർസെഷൻ. എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന്. ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ഗിഫ്റ്റ് ഓഫ് ഇൻറ്റർസെഷൻ എന്ന് പറയുന്നത്. ഒത്തിരി മറ്റുള്ളവർക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും അത് എല്ലാവർക്കും ഉള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ തിരക്ക് കാരണവും നമ്മളുടെ അശ്രദ്ധ കാരണവും നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒതുങ്ങുന്നതിനേക്കാളേറെ നമ്മൾ നമ്മളുടെ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ സമയം കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വേളയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഞാൻ പഠിച്ച ഒരു വലിയ പാഠം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യങ്ങളും, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എനിക്ക് വേണ്ടി എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ ഒന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിനെ സ്വയം ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളുടെ സൗകര്യാർത്ഥം നമുക്ക് ഒരു ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. സ്പെഷ്യലി നിങ്ങൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ബ്ലെസ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കണം, നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ഡിസിപ്ലിൻഡ് ആക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെൽഫ് കൺട്രോളിലൂടെ, സെൽഫ് ഡിസിപ്ലിനിലൂടെ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്താലാണ് സ്പിരിച്വാലിറ്റി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ തുടങ്ങുമ്പോൾ അത്രമാത്രം ഒന്നും ആലോചിച്ചിട്ടല്ല ചെയ്തത്. പക്ഷെ പിന്നീട് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകാൻ തുടങ്ങി. അത് സ്ലോലി ഞാൻ തന്നെ അറിയാതെ ആ ഡിസിപ്ലിനിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയതോടുകൂടി ശരിക്കും പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് പ്രാർത്ഥിക്കാനും അങ്ങനെ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു അവസരം കിട്ടി. ഇതിനെ കുറച്ചും കൂടി ഓർഗനൈസ് ആക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി സഹായകമായത് ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു മാതൃവേദി പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ കുറേ അമ്മമാർ, 10-30 അമ്മമാർ, 40ഓളം അമ്മമാർ ആ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അവരവരുടെ സമയത്തിനനുസരിച്ച് അവരവരുടെ സൗകര്യം അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രൂമിങ് സെഷനാണ്. എന്നെ സംബന്ധിച്ച് അതൊരു ഗ്രൂമിങ് സെഷനായിട്ട് മാറാൻ തുടങ്ങി. തുടക്കത്തിലൊക്കെ ഒരു കൗതുകം മാത്രമായിരുന്നു, പക്ഷെ സ്ലോലി അത് ഒരു ജീവിതത്തിന്റെ ഭാഗമാവാൻ തുടങ്ങി. നമ്മൾ പോലും അറിയാതെ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഞാൻ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാവുകയും അതിൽ എൻ്റെതായ ഒരു സെൽഫ് ഡിസിപ്ലിൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ സ്ലോലി അത് നമ്മളിൽ ഒരു സെൽഫ് കൺട്രോളും വരും. സോ സെൽഫ് ഡിസിപ്ലിൻ മാത്രമല്ല, അത് നാച്ചുറലി ഇറ്റ് വിൽ ലീഡ് ടു സെൽഫ് കൺട്രോൾ ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഇത് വലിയ ഒരു പാഠമായിരുന്നു. അപ്പോൾ ഒത്തിരി ഞാൻ ഈ ഒരു മൊമെന്റ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്നത് മാത്രമല്ല, ഇതിന്റെ ഒരു ഹയർ ലെവലിലേക്ക് എനിക്ക് ഉയരാൻ സാധിച്ചു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ചെയ്ത് ഞാൻ പഠിച്ച് വന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലെസ്സിങ് കൂടുതൽ മനസ്സിലാക്കിയും അതിനെ കൂടുതൽ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തും തുടങ്ങി കഴിഞ്ഞപ്പോൾ അറിയാതെ തന്നെ അത് മറ്റൊരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ വേറെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രൂപ്പായിരുന്നു. അവിടെ നമുക്ക് എന്താ പറയുക, എൻ്റെ ഒരു നേതൃത്വം, എന്നെ പോലെ തന്നെ മറ്റു പല ഒരു 3-4 അഡ്മിൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമിന്റെ ഭാഗമാവുകയും ആ ടീമിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഇന്റർസെഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. സോ ബേസിക്കലി ഇതിന്റെ ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു 30-40 മെമ്പേഴ്സിന്റെ കൂടെ നമ്മൾ പഠിച്ചു തുടങ്ങിയ ആ ഒരു എന്താ പറയുക ലേണിംഗ് ലെസൺസ്, ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 800-900 മെമ്പേഴ്സ് ഉള്ള മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി തുടങ്ങിയത്. കാരണം അവരെ പ്രാർത്ഥിപ്പിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ലീഡ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഭാഗ്യം, അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും എല്ലാവർക്കും അത് എങ്ങനെയാണ് നിങ്ങളത് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു ബ്ലെസ്സിങ് ഇറ്റ്സ് ട്രൂലി എ ബ്ലെസ്സിങ്. കാരണം
ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലൂടെ ഞാൻ ഒട്ടനവധി ആൾക്കാരുടെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നതും അതിൻ്റെ ഭാഗമാകുന്നതും എല്ലാം. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം മാതാവ് തുറന്നു തന്നു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. കാരണം ആ ഒരു 800-900 മെമ്പേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ പലർക്കും പലതരം പ്രശ്നങ്ങളാണ്. അവിടെ പ്രായഭേദമന്യേ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലുണ്ട്. ഒരു സ്കൂൾ ഗോയിങ്, അല്ലെങ്കിൽ ഒരു കോളേജ് ഗോയിങ്, അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു മിഡിൽ ഏജ്, അല്ലെങ്കിൽ പ്രായമായ, അങ്ങനെ ഒട്ടനവധി സ്ത്രീ പുരുഷ ഭേദമന്യേ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ 900 മെമ്പേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ ശരിക്കും ഒരു പുതിയൊരു ലോകമാണ് എനിക്കത് തുറന്നു തന്നത്. ഒട്ടനവധി പേരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടതായ രീതിയിൽ അവരെ നയിക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതേപോലെ അവരെങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആണ്. പലരും നിത്യമായിട്ട് പ്രാർത്ഥിക്കുന്നവർ തന്നെ, പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ ഒരു സ്പിരിച്വൽ ഡ്രൈനെസ് അവരുടെ ലൈഫിൽ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് മുന്നോട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുപോലെ ഏറ്റവും വലിയൊരു ലേണിംഗ് ലെസൺ എന്തെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വേഗം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കാഠിന്യമുള്ളതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായതിൻ്റെ ഏറ്റവും വലിയ ലെസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന തിരിച്ചറിവുണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിനേക്കാളേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. ഒറ്റപ്പെടലിൻ്റെയും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെയും, അതുപോലെ ജീവിതത്തിൽ എങ്ങും എത്താൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കുന്നവരുടെയും, അതുപോലെ തന്നെ പെട്ടുപോയ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു അവസ്ഥയിൽ മനം നൊന്ത് വിഷമിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും, അതുപോലെ അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവരുടെയും, അങ്ങനെ ഒത്തിരി പേരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ഒന്നും ജീവിതത്തിൽ കടന്നു പോകുന്ന ഒന്നുമല്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ എന്താ പറയുക, നമ്മളൊക്കെ എത്ര ബ്ലെസ്സഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെ ഒരു വലിയ ഒരു വിശാലമായ ഒരു ലോകത്തിലേക്കുള്ള ഒരു എൻട്രി, അതായത് അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് എന്നെ അങ്ങോട്ട് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒട്ടനവധി കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നെ പഠിക്കുവാൻ സാധിക്കും അവരിൽ നിന്ന്. അതിൽ ഏറ്റവും അടുത്തായിട്ട് ഞാൻ സംസാരിച്ച ഒരു വ്യക്തി, അതായത് ജോലി ഓൾറെഡി നഷ്ടപ്പെട്ടു. ആ വ്യക്തി ഒരു മാസം മുമ്പേ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന്. അങ്ങനെ പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്നെ അറിയിക്കുകയാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയമുണ്ട്. മുമ്പ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ്, ആ വ്യക്തി ട്രാവൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാളുടെ ജോലി അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു, ഒത്തിരി ട്രാവലുള്ള ഒരു ജോലിയായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ആയിരുന്നു, ഹി വാസ് എ ഡ്രൈവർ. അപ്പോൾ വണ്ടി ഡ്രൈവിംഗ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറ് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു തരത്തിൽ അതൊരു ഷെല്ലായിരുന്നു, പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രെയർ റൂമായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ആ കാറില്ല, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു റൂമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ചിലപ്പോൾ വിഷമം കാരണം പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല എങ്കിൽ പോലും ചിലപ്പോൾ കിട്ടുന്ന സമയങ്ങളൊക്കെ എവിടെയെങ്കിലും പോയിരുന്ന്, ചിലപ്പോൾ ഒരു മാളിന് മുമ്പിൽ, കാരണം അദ്ദേഹം ഇന്ത്യയിലല്ല പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പരിമിതികൾ വെച്ച് എവിടെയാണോ ഒരു ഇത്തിരി സമയം പ്രാർത്ഥിക്കാൻ കിട്ടുന്നത്, ഒരു നന്മ നിറഞ്ഞ മറിയമെങ്കിലും ചൊല്ലി ഗ്രൂപ്പിലേക്ക് സമർപ്പിക്കും എന്ന ഒരു ഉറപ്പ്, ഒരു പ്രത്യാശ ആ വ്യക്തിയുടെ ആ ഒരു അവസ്ഥയിലും ഉണ്ടെന്നുള്ളതാണ് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകും. നമുക്ക് പിന്നെ ദൈവത്തോട് തന്നെ ഒരു മടുപ്പും പ്രാർത്ഥിക്കാൻ ഒരു മനസ്സില്ലായ്മയും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കാനുള്ള അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു കാർ എന്ന് പറയുന്നത്. ആ കാറും പോയി. കാരണം അയാൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഒരു 5-6 ആൾക്കാർ കൂടി താമസിക്കുന്ന ഷെയറിംഗ് ബേസിലാണ്. ഫാമിലിയൊക്കെ നാട്ടിലുമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ
ൻ്റെതായ ഒരു സാഹചര്യം ഒത്തുവരുന്നില്ല. കാറിൽ പോകുമ്പോഴായിരുന്നു, ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കൊന്ത ചൊല്ലി ഗ്രൂപ്പിലേക്ക് സമർപ്പിക്കുക. അപ്പം ഇന്നലെ എന്നെ ഇൻഫോം ചെയ്തൊരു കാര്യം, എനിക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ട് സിസ്റ്റർ, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. കാരണം ഒത്തിരി മുമ്പൊക്കെ ഞാൻ ലോങ് ഡ്രൈവിന് പോകുമ്പോൾ കുറേ കൊന്ത ചൊല്ലി ഞാൻ സമർപ്പിക്കായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അത്രയൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒട്ടും പിൻവാങ്ങുന്നില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണോ എനിക്ക് കിട്ടുന്നത്, ചിലപ്പോൾ ഒരു ബെഞ്ച് മാത്രമായിരിക്കും, അവിടെ ഒറ്റപ്പെട്ട ഒരു ബെഞ്ചാണെങ്കിൽ അവിടെ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ പ്രാർത്ഥനയിൽ ഒരുപാട് തടസ്സങ്ങളും വരുന്നുണ്ടെന്ന് ആ വ്യക്തി പങ്കുവെക്കുകയുണ്ടായി. എന്നിരുന്നാലും ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടായോ ആ വ്യക്തിയിലുള്ളൊരു കോൺഫിഡൻസ്, ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, ദൈവം എന്നെ കൈവിടില്ല. നല്ല ഉറപ്പാണ്, എന്നെ ദൈവം കൈവിടില്ല. എൻ്റെ മക്കളൊക്കെ വലുതായി, അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല. ദൈവം അവിടെയൊക്കെ എനിക്കൊരു കാവൽമാലാകെ തന്ന് എന്നെ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളെ അയാൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ്സ് ആണ് കൂടുതലായിട്ട്. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താ അങ്ങനെ ദൈവം എന്നോട് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കാതെ നമ്മളുടെ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൂടുതൽ നമ്മുടെ നെഗറ്റീവ്സിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കരകയറാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ ഈ വ്യക്തി ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി കടങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്, ഭാര്യയും മക്കളും നാട്ടിലാണ്. അപ്പോൾ ഈ വ്യക്തി നോക്കുന്നത് അയാളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോസിറ്റീവ്സ് എന്തൊക്കെയാണ്. നെഗറ്റീവ്സ് നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻലെസ് ആണ്. അത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ വ്യക്തി പറയാണ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നോക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എനിക്ക് ദൈവം തന്നിട്ടുള്ള സഹായങ്ങൾ, ഇത്ര നാള് എനിക്ക് ദൈവം എത്രമാത്രം എന്നെ സഹായിച്ചു, ഇനിയും ദൈവം എന്നെ സഹായിക്കും, അതിനുവേണ്ടി ഞാൻ കുറച്ച് കാത്തിരിക്കണം. ആ ഒരു കാത്തിരിപ്പിന്റെ കാലമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇതും അവസാനിക്കും. എനിക്കുള്ള ഒരു രക്ഷയുമായി ദൈവം വരും, ദൈവം എന്നെ കരകയറ്റും, എനിക്ക് വീണ്ടും നല്ലൊരു ജോലി കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് അയാൾ മുന്നോട്ട് ഓരോ ദിവസവും നയിക്കുന്നത് എന്ന് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ടെസ്റ്റിമണി, ആ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷം തോന്നി. അപ്പം ഇങ്ങനെ ഒട്ടനവധി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ കിട്ടുമ്പോൾ അത് എത്രയൊക്കെ ജോലി തിരക്കുണ്ടെങ്കിൽ പോലും അല്പസമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളുടെ തന്നെ ജീവിതത്തിൽ കുറവുകളിലേക്ക് നോക്കാതെ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സും അനുഗ്രഹങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോവുകയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ബ്ലെസ്സിങ്സ് കൂടുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു വഴി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പലരും ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? ഇതൊക്കെ ഒരു തരത്തിൽ നമ്മളെ ദൈവമായിട്ട് അടുപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കാൻ ഒത്തിരി എളുപ്പമാണ്. പക്ഷെ അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത്. കാരണം നമ്മൾ കര കയറില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഓർത്തിരിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇതൊരു വെയിറ്റിംഗ് പീരീഡ് ആണ്. ഏറ്റവും സഹിക്കുന്നവൻ അല്ലെങ്കിൽ ദോസ് ഹു എൻഡ്യൂർ വിൽ ബി ദ വൺ ഹു വിൽ ബി സേവ്ഡ് എന്നാണ് പറയുന്നത് ബൈബിളിൽ. അപ്പം അതുകൊണ്ട് എത്രമാത്രം നമുക്ക് സഹിക്കാൻ പറ്റും ആ ഒരു വ്യക്തിക്കാണ് രക്ഷയുള്ളത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മാത്യുവിൻ്റെ ചാപ്റ്റർ 21 വേഴ്സ് 42 പറയുന്നുണ്ട്, അതായത് പണിക്കാർ ഉപേക്ഷിച്ച കല്ലാണ് മൂലക്കല്ലായി തീരുന്നത്. അപ്പം അങ്ങനെയുള്ള ചാൻസ് നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഫെയിലിയർ ആയി എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഓർത്തിരിക്കാതെ ഈ മാത്യുവിൻ്റെ ചാപ്റ്റർ 21 വേഴ്സ് 42 ഓർത്തിരിക്കുക. അതായത് പണിക്കാർ ഉപേക്ഷിച്ച കല്ലാണ് മൂലക്കല്ലായി തീരുന്നത്. നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എപ്പോൾ വരുമെന്ന്. പക്ഷെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമുക്ക് സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഒരു വലിയ ഒരു രക്ഷയിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്കായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ട് തന്നെ നോക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒട്ടും തന്നെ നമ്മളുടെ കുറവുകളിലേക്ക് നോക്കാതെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് പരിഭവങ്ങൾ പറയാതെ. ബിക്കോസ് അവിടെ പരിഭവങ്ങൾ പറയുമ്പോൾ
നമ്മൾ മിനിസ്ട്രി ഓഫ് അക്യൂസേഷൻ ഒരിക്കലും ഡാനിയൽ അച്ഛൻ്റെ ടോക്കിൽ പറയായിരുന്നു 2 തരം മിനിസ്ട്രിയാണുള്ളത്. ഒന്ന് മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ, അത് നമ്മുടെ ദൈവം തന്നെയാണ്, യേശുക്രിസ്തുവാണ് ആ മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ നയിക്കുന്നത്. മറ്റൊന്ന് മിനിസ്ട്രി ഓഫ് അക്യൂസേഷൻ ആണ്, അത് സേറ്റനാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് അക്യൂസേഷനിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക, പരിഭവങ്ങൾ പറയാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും, ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും, വേദനിപ്പിക്കും. ആ ഒരു പരിഭവത്തിലേക്ക് കടന്നു പോകാതെ നമ്മളുടെ സ്ട്രെങ്ത് എന്താണോ ആ സ്ട്രെങ്ത്തിലേക്ക് മാത്രം നോക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണോ ദൈവം നമ്മളെ വന്ന് സഹായിക്കേണ്ടത് ആ ഒരു സമയം നമ്മളല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ആ ഒരു അധികാരം ദൈവത്തിന് കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക്, എ റേ ഓഫ് ഹോപ്പ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻ്റർസെഷൻ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി അനുഗ്രഹങ്ങൾ അതുവഴി നമ്മളിലേക്ക് വരുമെന്ന് ഒരു ഉറപ്പ് തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിലായിക്കൊണ്ടിരിക്കുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.